ഇന്ന് നമ്മൾ പറയുന്നത് വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ്. സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങിയ താരം ഞങ്ങളുടെ ജീവിതത്തിലും കൈവിടാതെ കൂടെ ഉണ്ടാവും എന്ന തമിഴ് ജനതയുടെ വിശ്വാസമാണ് 2 വയസ്സ് മാത്രം പ്രായമായ TVK എന്ന തമിഴക വെട്രി കഴകം എന്ന പാർട്ടിക്ക് തുണയായത്. 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പാർട്ടിക്ക് ഇത്രയും വലിയ തമിഴകത്തിൻ്റെ ഭരണം സ്വപ്നം കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, യാഥാർത്ഥ്യം. വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ പ്രവർത്തനമാണ് വോട്ടായത്. 1990കളിൽ സിനിമയിൽ തിളങ്ങിയ വിജയ്ക്ക് ഫാൻസ് അസോസിയേഷൻ പലതുണ്ടായിരുന്നു. 2009 ഈ അസോസിയേഷനുകളെല്ലാം ഒന്നായി വിജയ് മക്കൾ ഇയക്കം രൂപീകരിച്ചു. വിജയിൻ്റെ അച്ഛൻ സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ SA ചന്ദ്രശേഖറാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. ഈ സംഘടന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ഇവരുടെ പ്രവർത്തന മികവ് എല്ലാവരും അനുഭവിച്ചറിഞ്ഞു. ഇതൊക്കെയാണെങ്കിലും വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ മുക്തമാണെന്ന് പറയാൻ കഴിയില്ല. 2011 അണ്ണാ DMKക്ക് പിന്തുണ നൽകി. വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ഭാരവാഹികൾ പലയിടത്തും സ്വതന്ത്രനായി മത്സരിച്ചു. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിച്ച വിജയ് അച്ഛൻ തന്നെയാണ് തുണയായത്. ഞാനിതാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു സുപ്രഭാതത്തിൽ ഇറങ്ങിയ വ്യക്തിയല്ല വിജയ്. 2 പതിറ്റാണ്ടിൻ്റെ കൃത്യമായ പ്രവർത്തനം, കൃത്യമായ ചട്ടക്കൂട് തുടങ്ങിയ പല ഘടകങ്ങളും TVKയെ തുണച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിജയിൻ്റെ ജീവിതത്തിലേക്കൊന്ന് പോകാം. 1974 വിജയിൻ്റെ ജനനം. അമ്മ ഗായിക ശോഭ. വെട്രി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു. പിന്നീട് 70ഓളം സിനിമകളിൽ വിജയ് തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറായി വരുന്നു. ഇളയ ദളപതിയായി. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ചെന്നൈയിൽ ലയോള കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി. ഇത് ഇളയ ദളപതിയുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം. ഒരു ട്രാജഡി TVK ഉണ്ടായി എന്നത് സ്വാഭാവികം. കരൂരിൽ സംഘടിപ്പിച്ച റാലിയിൽ ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ട് 40ഓളം പേരാണ് മരണപ്പെട്ടത്. എന്തായാലും ഇതിനെയൊക്കെ വിജയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. TVK എന്ന രാഷ്ട്രീയ നേതാവിനും സാധിച്ചു. ഇനി തമിഴ് ജനതയുടെ ഉയരായി ഭരണത്തിലേക്ക്.